സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. ഓർമ്മ വെച്ച നാളു മുതൽ BJPയുടെ കൂടെയായതുകൊണ്ട് സന്ദീപ് വാര്യർക്ക് BJPയുടെ തട്ടിപ്പെല്ലാം നന്നായി അറിയാം. അതുകൊണ്ട് പാർട്ടിക്കെതിരെയുള്ള സന്ദീപിന്റെ വാക്കുകൾക്ക് നല്ല ആധികാരികതയുണ്ട്. ഇപ്പോൾ BJPയുടെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടിയത് ചർച്ചയാവുകയാണ്. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനെതിരെയാണ് സന്ദീപ് വാര്യർ തുറന്നടിച്ചിരിക്കുന്നത്. മുനമ്പത്ത് പോയി വഖഫ് ഭേദഗതി ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ നടപ്പിലാവുമെന്ന് പറഞ്ഞ V മുരളീധരൻ എന്ന മുൻ കേന്ദ്രമന്ത്രി ശശിയായി എന്നാണ് സത്യമാണ് സന്ദീപ് വാര്യർ തുറന്നു പറഞ്ഞത്. വഖഫ് വിഷയത്തിലെ BJPയുടെ ഇരട്ടത്താപ്പ് സന്ദീപ് വാര്യർ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അതായത് നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിലെത്തിയ 2014 BJPയുടെ പ്രകടന പത്രികയിൽ തന്നെ വഖഫ് ബോർഡ് ശക്തമാക്കുമെന്നും നഷ്ടപ്പെട്ട വഖഫിന്റെ സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ ഊർജ്ജസ്വലമായ നടപടികൾ സ്വീകരിക്കുമെന്നും BJP വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ്. ഇത് സന്ദീപിന് നന്നായി അറിയാം. എന്നാൽ ഈ BJP തന്നെ ഇപ്പോൾ പറയുന്നത് 2013 വഖഫ് ഭേദഗതി തെറ്റാണെന്നാണ്. ഇതിനപ്പുറം ഇരട്ടത്താപ്പ് എന്താണുള്ളതെന്നാണ് സന്ദീപ് വാര്യരുടെ ചോദ്യം. BJPയുടെ 2014 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വഖഫ് ബോർഡിനെ ശക്തിപ്പെടുത്തുമെന്നും വഖഫ് സ്വത്തുക്കളുടെ കയ്യേറ്റം അവസാനിപ്പിക്കാനായ നടപടികൾ സ്വീകരിക്കുമെന്നും വാഗ്ദാനം നൽകിയതാണ്. മാത്രമല്ല 2013 പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ BJP ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു രാഷ്ട്രീയപരമായ പ്രക്ഷോഭം നടത്തിയിട്ടുമില്ല എന്നിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയ വായിൽ അഭിപ്രായം പറയുന്നത് എന്നാണ് സന്ദീപ് വാര്യർ തെളിവ് സഹിതം തുറന്നടിച്ചത്. അതായത് 10 വർഷക്കാലം ഭരണത്തിലുള്ളപ്പോഴൊന്നും ഈ നിയമ ഭേദഗതി ആവശ്യമാണെന്ന് പറഞ്ഞിട്ടില്ലാത്ത BJP, അന്ന് ഈ നിയമ ഭേദഗതിയെ എതിർക്കാതിരുന്ന BJP ഇപ്പോൾ മലക്കം മറിയുന്ന കാര്യമാണ് സന്ദീപ് വാര്യർ തുറന്നു കാട്ടിയത്. അങ്ങനെ വരുമ്പോൾ മുനമ്പത്ത് പോയി വഖഫ് നിയമ ഭേദഗതി ഈ പാർലമെന്റ് സമ്മേളനത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ശശിയ എന്നാണ് സന്ദീപ് വാര്യർ സൂചിപ്പിക്കുന്നത്. അമിത്ഷായെയും സന്ദീപ് വാര്യർ തുറന്നുകാട്ടി. അതായത് JPCയുടെ കാലാവധി വീണ്ടും നീട്ടിക്കൊടുത്തുകൊണ്ട് ചാണക്യനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തടിയൂരിയെന്നും ചാണക്യൻ വാക്കുമാറ്റിയ വിവരം BJP ഭക്തർ അറിയാത്ത മട്ടാണെന്നും പറഞ്ഞ സന്ദീപ് വാര്യർ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും സഖ്യത്തിൽ നിന്നും പിന്മാറിയാൽ നിയമ ഭേദഗതി നടപ്പിലാകില്ല എന്നതാണ് അവരുടെ കോമൺ സെൻസ് എന്നും ഓർമ്മിപ്പിച്ചു. യഥാർത്ഥത്തിൽ BJPയുടെ ഇരട്ടത്താപ്പ് ഇനി സന്ദീപ് വാര്യർ ഇവിടെ ഉള്ളിടത്തോളം കാലം കേരളത്തിൽ വിലപ്പോവില്ല എന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്.